JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 20ാമത്തെ ചോദ്യം. എ സ്റ്റുഡൻറ് ഹാസ് ബീൻ ഗിവൺ എ കോമ്പൗണ്ട് എക്സ് ഓഫ് മോളിക്കുലർ ഫോർമുല C6H7N. C6H7N എന്നുള്ള ഈ മോളിക്യൂള് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഇത് വേറെ ആരുമല്ല, അനിലിനാണ്. സോ എക്സ് എന്ന് പറയുന്ന ആളെ നമുക്ക് ഇവിടെ ഫെമിലിയർ ആയിട്ട് ആളെ പരിചയപ്പെട്ടു. നമ്മൾ ആരാണത്? അനിലിൻ. ഓക്കെ. സ്പാരിംഗ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ അങ്ങനെ സൊല്യൂബിൾ ആവുമൊന്നുമില്ല. അനിലിൻ എന്നുള്ളൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്, വെള്ളത്തിൽ ചെറുതായിട്ടൊക്കെ സൊല്യൂബിൾ ആവുള്ളൂ. പക്ഷേ ഞാനൊരു മിനറൽ ആസിഡ് ആഡ് ചെയ്തു, അതായത് ലൈക്ക് HCl ഒക്കെ ആഡ് ചെയ്യുമ്പോൾ പറ്റും ഇത് സോൾട്ടായി മാറും. സോൾട്ട് എന്ത് ചെയ്യും? വെള്ളത്തിൽ ഡിസോൾവ് ആവും. അതാണ് ഈ പറയുന്നത്. ഒരു മിനറൽ ആസിഡായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ് ബിക്കം സൊല്യൂബിൾ ഇൻ വാട്ടർ ബിക്കോസ് സോൾട്ട് ഫോർമേഷൻ, സോൾട്ട് ഫോം ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇനിഷ്യൽ കോമ്പൗണ്ട് ആണ്. എക്സ് എന്ന് പറയുന്ന ആൾ ബേസിക് ആണെന്ന് കാണിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് മിനറൽ ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് സൊല്യൂബിൾ ആവുമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? മിനറൽ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂബിൾ ആവണമെങ്കിൽ ഒരു സോൾട്ട് ഉണ്ടാവണം. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾ ബേസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ് ഇസ് എ ബേസ്. ആരാണത്? അനിലിൻ. ഓക്കെ. അപ്പോൾ എക്സ് ആരാ നമുക്ക് മനസ്സിലായി. വെൻ എക്സ് ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് KOH, ഇതേതാ റിയാക്ഷൻ അറിയോ? കാർബൈലമൈൻ റിയാക്ഷൻ. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് അമൈൻസ് ആണ്. അതിലെ ടോപ്പിക് ചോദിച്ചിരിക്കുന്നത് കാർബൈലമൈൻ റിയാക്ഷനുമാണ്. സോ വി ആർ ട്രീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് KOH. കാർബൈലമൈൻ റിയാക്ഷൻ ആണ്. വൈ ഉണ്ടായി എന്ന് പറയുന്നത് NH2 ഗ്രൂപ്പ് എന്തായി മാറിയിട്ടുണ്ടാവും? NC. അത് കാർബൈലമൈൻ റിയാക്ഷൻ ആണെന്ന് കാണിക്കാനാണ് സ്പെസിഫിക് അൺപ്ലസൻറ്റ് സ്മെൽ ഉണ്ടായി എന്ന് പറയുന്നത്. കാർബൈലമൈൻ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എക്സ് ഗീവ്സ് എ കോമ്പൗണ്ട് Z. പിന്നെ നമ്മൾ പറയുന്നത് എക്സിനെ പറ്റിയുള്ള റിയാക്ഷനാണ്. എക്സിനെ നമ്മൾ ആരായിട്ട് ട്രീറ്റ് ചെയ്തു? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹിൻസ്ബർഗ് റിയേജൻ്റാണ്. ഹിൻസ്ബർഗ് റിയേജൻ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന ചോദ്യം. ഹിൻസ്ബർഗ് റിയേജൻ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി അമൈനുകൾ എന്ത് ചെയ്യും? ആൽക്കലിയിൽ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ ഉണ്ടാക്കും, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ബെൻസീൻ സൾഫണാമൈഡ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അനിലിൻ്റെ ബെൻസീൻ സൾഫണാമൈഡ് എങ്ങനെ ഉണ്ടാവും? ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. യെസ്. ഈ ക്ലോറിൻ പോയി ഇവിടെ ആര് വരും? നമ്മുടെ NH ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ Z എന്നാണ് നമ്മുടെ ക്വസ്റ്റനിൽ മാർക്ക് ചെയ്തേക്കുന്നത്. Z. ഇതാണ് Y കേട്ടോ. ഇതാണ് Y, ഇതാണ് Z. നമ്മുടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് X ആരാന്ന് നമുക്കറിയാം. ചോദ്യം നോക്കിയാൽ വിച്ച് ഇസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി, വിച്ച് ഇസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ Z-ൻ്റെ റിയാക്ഷനിലേക്ക് വരുന്നതിന് മുൻപുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇത്രയും കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന ആൾ അനിലിനാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. എക്സ് എന്നുള്ള അനിലിനാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. മിനറൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾ ബേസാണ്. ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഫോം ചെയ്യുന്നു. സോൾട്ട് ഈസ് സൊല്യൂബിൾ ഇൻ വാട്ടർ. അപ്പോൾ അനിലിനാണ് എക്സ്. എക്സിനെ ക്ലോറോഫോം ആൻഡ് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ Y ഉണ്ടായി. Yക്ക് സ്പെസിഫിക് അൺപ്ലസൻറ്റ് സ്മെൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന Y ആരാ? നമ്മുടെ കാർബൈലമൈൻ അല്ലേ? കാർബൈലമൈനാണ് നമ്മുടെ Y എന്ന് പറയുന്ന ആൾ. ഓക്കെ. നൗ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ എക്സിനെ നമ്മൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ഹിൻസ്ബർഗ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ബെൻസീൻ സൾഫണാമൈഡ് ഉണ്ടാവും. അനിലിൻ്റെ ബെൻസീൻ സൾഫണാമൈഡ്. അത് മാത്രമല്ല ഇവിടെ ഒരു അസിഡിക് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഹിൻസ്ബർഗ് റിയേജൻ്റെ ടെസ്റ്റ് നിങ്ങൾക്കറിയാലോ, ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് പ്രൈമറി അമൈൻ ആണെങ്കിൽ അത് ആൽക്കലിയിൽ സൊല്യൂബിൾ ആയിരിക്കും എന്നറിയാം. അപ്പോൾ ആ ഭാഗവും ശരിയാണ്. ഇതാണ് നമ്മുടെ Z. ചോദ്യം നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റ് Z. Z-നകത്ത് എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന ചോദ്യം. Z-ൽ എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, എത്ര ഹൈഡ്രജൻ എന്നല്ല ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ ഞാനിവിടെയുള്ള ഹൈഡ്രജനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോകണേ. സോ എല്ലാ ഹൈഡ്രജനും ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇതൊക്കെ ഹൈഡ്രജൻസ് ആണ് കേട്ടോ. കാരണം എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ്. നോക്കാം. ആദ്യമേ ഈ കാണുന്ന നൈട്രജൻ്റെ മുകളിലുള്ള ഹൈഡ്രജൻ, അതാകെ ഒരു ഒറ്റ വെറൈറ്റി ഉള്ളൂ. സോ ഐ മാർക്ക് ഇറ്റ് ആസ് ടൈപ്പ് 1, ഒരു ടൈപ്പ്. ഇനി സൾഫറുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ബെൻസീൻ റിംഗ് നോക്കുക. ഇത് രണ്ടും ഈ സൾഫറിൻ്റെ ഓർത്തോ പൊസിഷനിലുള്ള ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈപ്പാണ്. സോ ഐ മാർക്ക് ഇറ്റ് ആസ് 2. സൾഫറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബെൻസീൻ റിങ്ങിൻ്റെ മെറ്റാ ലൊക്കേഷനിലാണ് ഈ രണ്ട് ഹൈഡ്രജൻ വരുന്നത്.
So this is type 3. These are all identical metahydrogens and this is a parahydrogen. ഇപ്പം 4 വെറൈറ്റി ആയി. അടുത്ത റിംഗ് എന്ന് പറയുന്നത് നൈട്രജനുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ബെൻസീൻ റിംഗാണ്. അവിടെയുണ്ട് ഓർത്തോയിൽ 2 ഐഡൻറ്റിക്കൽ ആൾക്കാർ. അപ്പോൾ അതിനെ ഞാൻ ടൈപ്പ് 5 എന്ന് മാർക്ക് ചെയ്യുന്നു. മെറ്റയിൽ 2 ഐഡൻറ്റിക്കൽ ആൾക്കാർ ടൈപ്പ് 6 എന്ന് മാർക്ക് ചെയ്യുന്നു. പാരയിലുള്ള ആളെ 7th എന്ന് മാർക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം അല്ല ചോദിക്കുന്നത്, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ്, 7 ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏത് വരും? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. 7 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ചോദ്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.